ആവേശത്തിന് ഒട്ടും കുറവില്ല. ആര് കപ്പടിക്കുമെന്ന കാര്യത്തിലേക്കുള്ള ആശങ്ക വീണ്ടും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അല്ല വിജിൻ, കണ്ണൂരാണോ കോഴിക്കോടാണോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല. 5 ഇനങ്ങൾ ഇനി ബാക്കിയുണ്ട്. 2 പോയിന്റുകളുടെ മാത്രം വ്യത്യാസമാണ് കണ്ണൂരും കോഴിക്കോടും തമ്മിൽ നിലവിലുള്ളത്. നമുക്കിപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുണ്ടല്ലേ, അവരെയൊക്കെ ഡീൽ ചെയ്തോളൂ. നമ്മുടെ കണ്ണൂരിലെ തലശ്ശേരിയുള്ള കുട്ടികളാണ് ഇവരൊക്കെ. എന്തായാലും ഇവർ വളരെ വാശിയോടെ മത്സരിച്ച് എ ഗ്രേഡ് നേടിയ ആളുകളാണ്. ഒപ്പം തന്നെ ഇത്തവണ കോഴിക്കോടിൽ നിന്ന് കപ്പ് കണ്ണൂരിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ഒരു ആഗ്രഹത്തിലാണ് അവരിവിടെ എത്തിയത്. അത് നടക്കുമോ? കണ്ണൂരുകാരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പറയുന്നത് നിലവിലെ 1ാം സ്ഥാനക്കാരാ ആ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് കോഴിക്കോടുകാരാണ്. ഈ 2 ടീമുകളും കോൽക്കളി മത്സരത്തിൽ പങ്കെടുത്തവരാണ്. ഈ കപ്പ് എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ കോഴിക്കോടുകാരും കണ്ണൂരുകാരും ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നുണ്ട്. കോൽക്കളി ടീമാണ്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു വരാം. അല്ലേ, നിങ്ങൾ കണ്ണൂരുകാരെങ്ങനെ കപ്പടിക്കുന്നു ഉറപ്പിച്ചിട്ടാണോ നിൽക്കുന്നത്? ഉറപ്പുണ്ട്. കണ്ണൂരാ പിടിക്കൂ. കണ്ണൂർ മാത്രമേ പിടിക്കുള്ളൂ. വെറും 2 പോയിന്റിന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഫസ്റ്റ് കണ്ണൂർ കൊണ്ടുപോകും. അടുത്ത് പോയിട്ട് വരാം. അല്ലെങ്കിൽ വിജയ നോക്കോ, അവിടെ നോക്കോ, കോഴിക്കോട് കോഴിക്കോടുകാർ ഇത്തവണ കപ്പ് കൊണ്ടുപോകും. കണ്ണൂരുകാർ പക്ഷെ തിരിച്ചു പിടിക്കുന്നവരെ നോക്കൂ. കണ്ണൂരെ കൊണ്ടുപോകും. കണ്ണൂരോ കോഴിക്കോടോ എന്ന വാശിയേറിയ മത്സരം 2 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ അല്പസമയത്തിനകം കോഴിക്കോട് കപ്പ് നിലനിർത്തുമോ അല്ലെങ്കിൽ കണ്ണൂർ കപ്പ് കൊണ്ടുപോകുമോ എന്നറിയാൻ ചുരുങ്ങിയ സമയം മാത്രമാണ്. ആവേശത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തുന്നു. ആവേശത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് ഈ ആശ്രാമം മൈതാനി എത്തുന്നു. ഒരു പക്ഷേ ആര് കപ്പെടുക്കും? ഇവർ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും കണ്ണൂർ കോഴിക്കോട് സുഹൃത്തുക്കൾ ആവേശം അലതല്ലുന്ന കാഴ്ച തന്നെ ഇവിടെ കാണാം. ഒരു മിനിറ്റ്. കണ്ണൂരും കോഴിക്കോടൊക്കെ മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സുഹൃത്തുക്കളാണോ? അപ്പൊ മത്സരം ഈ കലയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി മത്സരം നടക്കും. വേക്കോട്ട് എന്താ